ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക് ഹൗസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം വെള്ളയപ്പത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പമാണ്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരുമെന്ന്. അപ്പോൾ അതാണ് ഇത്. അപ്പോൾ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, 5 ഗ്രാമ്പു, 5 ഏലക്കായ്, ജാതിപത്രി 3/4 ഭാഗം കേട്ടോ, അതായത് ഒരു ജാതിപത്രിയുടെ 3/4 ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. പിന്നെ 2 കഷ്ണം കറുകപ്പട്ട, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. മറക്കൊന്നും വേണ്ട, പച്ചന തന്നെ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്നും 1/4 പാല് 1/4 കപ്പാണ് കിട്ടിയിരിക്കുന്നത്. 2/2 പാല് 2 കപ്പും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൂ റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ബേ ലീവ്സ്, ചെറിയ 2 കഷ്ണം പട്ട, 3 ഏലക്കായ്, 3 ഗ്രാമ്പു ഇത്രയും ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള, അത്യാവശ്യം വലിയൊരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തതാണ്. ഇതോടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത്, 6 അല്ലി വെളുത്തുള്ളി അതും നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്, 1 കഷ്ണം ഇഞ്ചി അതും നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഇതിലേക്ക് ചതച്ച് ചേർക്കുന്നതിന് നല്ലത് നീളത്തിൽ തന്നെ കട്ട് ചെയ്തിടുന്നത് തന്നെയാണ് ടേസ്റ്റ്. 1 തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണമെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് പിന്നീട് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി. സവാള ഒത്തിരി വഴന്നു പോകരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. അപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/2 കിലോ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു 3-4 മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. 3-4 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ചിക്കൻ്റെ പുറം ഭാഗം ഇതുപോലെ വൈറ്റ് കളർ ആവും. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് 2/2 പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 കപ്പ് 2/2 പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്കാക്കി മൂടി വെച്ച് ചിക്കൻ വേവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ചിക്കൻ അധികം വേവില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. അപ്പോൾ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ നമുക്ക് ചെറിയൊരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുമ്പോൾ തന്നെ ഇത് അറിയാൻ പറ്റും. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത കുരുമുളകാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 3/4 ടീസ്പൂൺ നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തല്ലോ ഗരം മസാല, അതുകൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 6 കാഷ്യൂനട്ട് കുറച്ച് വെള്ളത്തിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തതാണിത്, അതുകൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1/4 പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/4 പാല് ചേർത്തതിന് ശേഷം തിളപ്പിക്കരുത് കേട്ടോ, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി. അതും ഇളക്കി തന്നെ ചൂടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം, അല്ലാത്തവർ ഇത് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ഉണക്കമുന്തിരിയും കൂടി നെയ്യിൽ വറുത്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. എന്തായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ വറുത്തിട്ടാലും മതി.
എന്തായാലും ക്യാഷ്നട്ടും ഉണക്കമുന്തിരിയൊക്കെ ചേർന്ന് വരുമ്പോൾ ചിക്കൻ സ്റ്റൂവിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വെള്ളയപ്പത്തിൻ്റെ കൂടെയും നൂലപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുമ്പോൾ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ ബൈ.